എന്തായാലും മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ ഷെഹറയുടെ കുരു പൊട്ടി ഒലിച്ച് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിന് മുന്നേ ഉള്ള പോസ്റ്റ് മാച്ച് ടോക്കിൽ തന്നെ അണ്ണൻ കരഞ്ഞ് മെഴുകി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാരണം പുള്ളി പറഞ്ഞത് റഫറിയുടെ ഡിസിഷനുമായിട്ട് ഞാൻ അത്ര യൂസ്ഡ് അല്ല, എന്നിരുന്നാൽ പോലും യൂസ്ഡ് അല്ലെന്ന് പറയുമ്പം അണ്ണൻ കളി പഠിപ്പിച്ചിരുന്ന യൂറോപ്പിലെ റഫറിങ് നിലവാരമൊക്കെ നന്നായിരുന്നെന്നും ഇവിടുത്തെ റഫറിങ് നിലവാരം മോശമാണെന്നും ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. അത് ഏകദേശം സത്യമാണ്. പുള്ളി വളരെയധികം ഫ്രസ്ട്രേറ്റിംഗ് ആണ് റഫറിയുടെ ഡിസിഷനകത്തെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എൻ്റെ ടീമിൻ്റെ കളിയെക്കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും പറയാനാണെങ്കിൽ വി ആർ നോട്ട് ഗുഡ് ഇനഫ് ഷാർപ്പ് ആൻഡ് വി ആർ നോട്ട് ഇനഫ് ഗുഡ് എന്ന് അണ്ണൻ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ടീം അത്ര മൂർച്ചയുള്ളവരല്ല, മതിയായിട്ടുള്ള ഷാർപ്പ്നെസ് ഞങ്ങളുടെ ടീമിനില്ല, ഞങ്ങളുടെ ടീം അത്ര മികച്ചതല്ല എന്ന് മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മൈക്കൽ സ്റ്റെഹറ തന്നെ പോസ്റ്റ് മാച്ച് ടോക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മാനസികമായിട്ടാണ് അണ്ണൻ തോൽവി സമ്മതിച്ചു എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ നോട്ട് പാഡ് എടുത്തുകൊണ്ട് മുംബൈക്കെതിരെയുള്ള അവേ മത്സരത്തിന് മുമ്പേ കളി കാണാൻ മുംബൈയിലേക്ക് പോയിട്ട് എന്ത് വില മറിക്കാൻ പറ്റി എന്നുള്ള ചോദ്യം അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഈ അവസരത്തിൽ പറയാൻ പറ്റുവാണോ, പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഇത്രയൊന്നും സൗകര്യങ്ങളൊന്നും കിട്ടാതിരുന്നിട്ടും ഇവാനാശാൻ ടീമിനെ കൊണ്ട് അത്യാവശ്യം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സീസണിൽ ഫൈനലിൽ കൊണ്ടുവന്നു. പുള്ളിക്ക് പിന്നീട് എല്ലാ സീസണുകളിലും ബഡ്ജറ്റ് ലിമിറ്റ് ചെയ്ത് പ്ലേയേഴ്സിനെ ലിമിറ്റ് ചെയ്ത് തൊലിഞ്ഞ് അവിഞ്ഞ് അംഗവൈകല്യം സംഭവിച്ച ടീമിനെ കൊടുത്തിട്ടും അങ്ങേര് അത്യാവശ്യം കൊണ്ടുപോയി. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ